ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ ലീവിന് പോയി തിരിച്ചു വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളെ വണ്ടി കുറച്ച് ദിവസം നിർത്തിയിട്ടതായിരുന്നു നാട്ടിൽ പോയ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓയിലും വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇടണം. അതാണ് ഫസ്റ്റായി ചെയ്യേണ്ടത്. പിന്നെ ഒന്ന് നല്ല അടിപൊളി കാലാവസ്ഥയാണ്, വല്ലാണ്ട് വെയിലൊന്നുമില്ല. രാവിലെ എന്ന് വെച്ചാൽ ഒരു 10 മണി 9-10 മണി ആയിട്ടുണ്ട്. വല്ലാണ്ട് വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ, നല്ല ചിലപ്പോൾ വൈകിട്ട് മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിന് ശേഷം ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ പോയി കാണേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ നാട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് ഇവിടെ എത്തിയത്. ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ ഇന്നും മിക്കവാറും നല്ല മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് രാവിലെ വലിയ വെയിലും കാര്യങ്ങളൊന്നും മൂടി പിടിച്ച കാലാവസ്ഥയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ വൈകിട്ടുള്ള ഷോട്ടുകളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്ത് ഒരുവിധം മാനം തെളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതിൻ്റെ ശേഷമാണ് വൈകിട്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ മഴ പെയ്തൊന്നും കണ്ടിട്ടൊന്നുമില്ല. പോയി നോക്കി എന്തുമാത്രം ഇവിടെ ഒന്നും ഓവറായിട്ട് പെയ്തായിട്ട് കാണുന്നില്ല, ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ളൂ. മുമ്പോട്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്, പുറത്തെ കാലാവസ്ഥകൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ. ഇവിടെ എല്ലാ സമയവും മഴ നന്നായി പെയ്ത് കഴിഞ്ഞാൽ കൂടുതലും വെള്ളം ഉണ്ടായിരിക്കുക റോട്ടിലായിരിക്കും. കാരണം എല്ലാ ബിൽഡിങ്ങിൽ നിന്നും എല്ലാ വീടുകളുടെ മേലിൽ നിന്നൊക്കെ വരണ വെള്ളം റോട്ടിലേക്ക് കൂടാണ് ഒഴുകി മറ്റുള്ള വാദികളിലേക്കൊക്കെ പോണത്. അപ്പം മഴൻ്റെ കടുപ്പം മനസ്സിലാവണമെങ്കിൽ റോട്ടിലിറങ്ങിയാൽ മതി. ഇപ്പോൾ ഞാൻ പോണ വഴിയിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്, കുഴപ്പമില്ലാത്ത മഴ പെയ്തിക്കണം. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് റോട്ടിൽ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എങ്ങനെയായാലും ബ്ലോക്കും തിരക്കൊക്കെ ആയിരിക്കും റോഡിലൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പെട്രോൾ പമ്പിൽ കയറി ഇച്ചിരി പെട്രോൾ അടിക്കണം. ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പെട്രോളിൻ്റെ ലൈറ്റ് മിന്നിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പോയി പെട്രോൾ അടിക്കാം. അപ്പോൾ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് റോട്ടിൽ. അങ്ങനെ ഏകദേശം നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പെട്രോൾ പമ്പ്. അപ്പോൾ പെട്രോൾ പമ്പിൽ 1-2 വണ്ടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം. പിന്നെ മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് സൗദിയിൽ ഇവിടുത്തെ ഡ്രൈവർമാർക്ക്, ഈ നാട്ടിലെ ആൾക്കാർക്ക് കൂടുതലും തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. നല്ല ശ്രദ്ധിച്ച്, കാരണം കൂടുതലും ബ്രേക്കും കാര്യങ്ങളും കിട്ടില്ല അടക്കി ചവിട്ടി കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ പെട്രോൾ അടിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയറുള്ള ആകാശം. ഒരു സൈഡിലേക്ക് ആർമേഘങ്ങൾ കുറച്ചൊക്കെ കാണുന്നുണ്ട്. ഇനി മഴ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് എൻ്റെ കഫീലിൻ്റെ ബക്കാലേക്കാണ്. അവിടുത്തെ 1-2 പണിക്കാർ നമ്മളെ ഒന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവരൊന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം വേറെ കട കൂടെ ഉണ്ട് കഫീലിന്, അവിടെ ഒന്ന് പോകണം. ഈ 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി തൽക്കാലം അവിടെ പാർക്ക് ചെയ്ത് കണ്ട് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് പയ്യെ കടയിലേക്ക് കയറി ചെല്ലാം. അപ്പോൾ അതായിരിക്കുന്നു 2 ആൾക്കാർ. ഇതാണ് നമ്മളെ കഫീലിൻ്റെ കട. അപ്പോൾ അതാണ് ഒരാൾ റക്കീബായി, ആയിരിക്കുന്ന ആളാണ് സാഗർ. അവർ 2 ആളും കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോവാണ്. കഫീലിൻ്റെ നെക്സ്റ്റ് ഷോപ്പിലേക്ക്. ഏകദേശം മഗ്രിബിൻ്റെ സമയമായിരിക്കണം ഇപ്പോൾ. ഏകദേശം ഇതാണ് നമ്മളൊരു കൂട്ടുകാരൻ. ഇതും ബംഗ്ലാദേശ് തന്നെയാണ്. അങ്ങനെ മറ്റുള്ള 2 ആൾക്കാരെ വേണ്ടി കാണാണ്ട് അവർ കണ്ടിട്ടില്ല. കാരണം വൈകിട്ട് മഗ്രിബിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും കട അടച്ചിട്ടാണ് പോയിട്ടുള്ളത്. മിക്കവാറും പള്ളിയിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി.
അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വിലയേറിയ സപ്പോർട്ടുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും വരുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.